ഹായ്. ഒരു ട്രേഡ് ചിലപ്പോൾ ട്രിഗർ ചെയ്തേക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. മാർക്കറ്റ് ഇതിൻ്റെ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്യാൻ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളാണ്. ഇപ്പോൾ സിമെട്രിക് ട്രയാങ്കിൾ ഓർ ഡിസെൻഡിങ് ട്രയാങ്കിൾ എടുക്കാം. ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. സോ 640 താഴെ ഇല്ലെങ്കിൽ ഒരു 638-35 താഴെയൊക്കെ ഇതൊരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം താഴേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് എടുത്തുകൊണ്ട് വരിക. ഇത് മെയിൻ ഒരു ട്രേഡാണ്. ഇതായിരിക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. പ്രസൻ്റ്ലി ഞാൻ ക്യാച്ച് ചെയ്യുക ഇങ്ങനെ ഒരു ട്രേഡായിരിക്കും. ഓക്കെ, ക്ലോസിങ് എബൌട്ട് 204 എന്നുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, ഈ പ്രീവിയസ് ലോ ആണ് അതിൻ്റെ ലോ ആയിട്ട് ഞാൻ കണക്കാക്കുക. ആക്ച്വൽ ട്രേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മേളിലാണ്. ഓക്കെ, ഓക്കെ, ഒരു സ്കാൽപ്പറിന് നേരത്തെ ചിലപ്പോൾ എൻട്രി കിട്ടാറുണ്ട്. എന്നാൽ ഒരു ഡേ ട്രേഡർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ താഴെ ക്ലോസിങ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മളവിടെ എടുക്കുക ഒരു ട്രേഡിംഗ് സെറ്റപ്പ്. ഒരുപാട് ഡേറ്റാസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു ചാർട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ 4 ചാർട്ട് ഇപ്പുറത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ആ ചാർട്ടാണ് ഒരു സ്കാൽപ്പറിൻ്റെ പവർ എന്ന് പറയുന്നത് അയാളുടെ ഡേറ്റയാണ്. അപ്പോൾ ആ ഡേറ്റ ഇവിടെ എനിക്ക് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലേക്ക് ഒരു പൊസിഷൻ എടുക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി ടേൺ അറൗണ്ട് ആയിട്ടില്ല. ടേൺ അറൗണ്ട് ആവുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയ്ക്ക് താഴെയാണ്, 630 താഴേക്കാണ്. അപ്പോഴേക്കും എൻ്റെ ട്രേഡിൻ്റെ പാർഷ്യൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള ഒരു ട്രേഡ് കാണുന്നതിന് മുമ്പ് നമ്മൾ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ എൻട്രി എടുത്തിരിക്കുക താഴെയാണ്, 204 റേഞ്ചിലാണ് എൻ്റെ എൻട്രി എടുത്തിരിക്കുക. ഞാൻ അത്യാവശ്യം പ്രോഫിറ്റിലായിരിക്കും നിൽക്കുക. യെസ്, പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇവിടെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. എനിക്ക് 220 ആയിട്ടുണ്ട്. സോ വരട്ടെ ആ ട്രേഡ്. മാർക്കറ്റ് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇതൊരു 300-360 റേഞ്ചിലേക്കൊക്കെ അത് കയറി പോയേക്കാം. ഇന്നത്തെ ഡേ തന്നെ ഓൾമോസ്റ്റ് ഇത് 125 എന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഐ തിങ്ക് ഈസിലി അത് കയറി പോകേണ്ടതാണ്. ഞാൻ പാർഷ്യലി പലയിടത്തും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. 232 ആയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഈ ഒരു പ്രൈസിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ സ്ഥിരം ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ആ ട്രേഡിങ്ങിൻ്റെ ലെവലിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടാർഗറ്റ്സിൻ്റെ പരിസരത്തേക്കാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. ആസ് എ സ്കാൽപ്പർ, ഒരു ഇൻട്രാഡേ ട്രേഡർ, ഡേ ട്രേഡിംഗ് ആണെങ്കിൽ ഇനിയും മൊമെൻറ്റം ഉണ്ട്. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാർഗറ്റ്സ് എനിക്ക് ഇനിയും അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ തൽക്കാലം ഹോൾഡ് ചെയ്യുന്നത്. മാർക്കറ്റ് വീഴാനുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. 600 എന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങാനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 600 എത്തുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ പാർഷ്യൽ ബുക്ക് ചെയ്തിട്ട് 600-ന് ശേഷം ബാക്കിയുള്ള ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റേഞ്ച് എന്ന് പറയുന്നത് 600 ഹിറ്റ് ചെയ്യാനുള്ള റെഡി ആകുമ്പോഴേക്കും അത് ഞാൻ അതിനെ ബുക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, 40-50 റേഞ്ചിലൊക്കെ എത്തിയാൽ എനിക്കിത് എൻ്റെ ടാർഗറ്റ് റേഞ്ചിലേക്ക് ഇത് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് റേഞ്ച് ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. 240+ എത്തുമ്പോഴേക്കും ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് ഏരിയ എത്തുമായിരിക്കാം. അതിനുശേഷം നെക്സ്റ്റ് മൊമെൻറ്റം നമുക്ക് ക്യാച്ച് ചെയ്യാം. ഓക്കെ, 620 പോയിൻ്റ് കൂടെ കിട്ടുമ്പോഴേക്കും എനിക്ക് എക്സിറ്റ് ചെയ്യേണ്ട ഒരു പ്രൈസിൽ എത്തുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രോഫിറ്റ് ക്യാൻഡലിലേക്ക് ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 240 എത്തിയപ്പോഴേക്കും ഞാനതിനെ ഹോൾഡ് ചെയ്യുന്നു. അത് ആക്ച്വലി കയറി പോവാണ്. 270-300 റേഞ്ചിലേക്ക് അത് കയറി പോകാനുള്ള സിറ്റുവേഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിലയൻസും ഫോളോ ചെയ്യുന്നുണ്ട്, HDFC ബാങ്ക് ഫോളോ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. സോ ദാറ്റ് എനിക്ക് ഈസിലി അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ അതങ്ങനെ പറഞ്ഞുതരാം എന്നുള്ളതേ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ,
ഓക്കെ. സപ്പോർട്ടിൽ അങ്ങനെ നിൽക്കുവാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന അടുത്ത ക്യാൻഡിൽ മാർക്കറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ 45 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. 45 സെക്കൻഡ്സിന് ശേഷം മാർക്കറ്റ് ഇതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു കണ്ടിന്യൂറ്റി വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ കണ്ടിന്യൂറ്റിയിലായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുക. സ്കാൽപ്പറിന് ആക്ച്വലി ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 35 പോയിൻറ്റിന് മേളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്കിനിയും അതിനകത്ത് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ്സ് ബാക്കി കിടപ്പുണ്ട്. ഓക്കെ. ഞാൻ കുറച്ച് സൈലൻ്റ് ആകുന്നത് പ്രത്യേകിച്ച് ടോപ്പിക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് സ്പീഡ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്ത് വേണമെങ്കിൽ ഇത് കാണാമെന്നുള്ളതാണ്. സോ ദാറ്റ് ഒരുപാട് ഡേറ്റ ഇല്ല, മാർക്കറ്റ് വീഴുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ എൻ്റെ ചാർട്ട് എടുത്താൽ, ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കുള്ളിൽ തന്നെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അതല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് വീഴുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു ടേൺ അറൗണ്ട് വരുന്നുണ്ട്. റിലയൻസിൽ ഇവിടെ HDFC ബാങ്കിലൊരു നെഗറ്റീവ് സൈഡിലേക്കാണ്. നമ്മുടെ പ്രൈസ് ഇപ്പോഴും ഹയർ സൈഡിലാണ് നിൽക്കുന്നത്, പ്രീമിയം ഹയർ സൈഡിലാണ് നിൽക്കുന്നത്. സോ അതിൻ്റെ ഇപ്പോഴും നമുക്ക് ആ ഒരു വിന്നിങ് പ്രോബബിലിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ പ്രോഫിറ്റ് പാർഷ്യലി ബുക്ക് ചെയ്തിട്ട് മാറി നിൽക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. പലപ്പോഴും ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. ഇന്നലത്തെ നമ്മുടെ ക്രൂഡ് ഓയിലിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ് പോയത്. ഇവിടെ ഞാൻ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. 240 ബ്രേക്ക് ചെയ്യാനുള്ള നല്ല സാധ്യത ഉള്ളതുകൊണ്ട് ഞാനതവിടെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാനതിനെ വെയിറ്റ് ചെയ്യുന്നത്. സ്കാൽപ്പറിനാണെങ്കിൽ ഓൾറെഡി അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു ഏരിയ വന്നു. സ്കാൽപ്പിംഗ് അല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രൈസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് 240 റേഞ്ചിൽ. പക്ഷേ ഇത് അതിനേക്കാളും മൂവ്മെൻറ്റ് കിട്ടാനുള്ളൊരു ട്രേഡ്. പ്രോഫിറ്റ്സ് ഇതിപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾ വന്ന് വീഡിയോ ട്രേഡ് കാണുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണേണ്ട ഒരു സംഭവമുണ്ട്. അതിനകത്ത് ഒരു ഹൈ മൊമെൻറ്റം ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂഷ്വലി എന്നും ട്രേഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ ഔട്ട്പുട്ട് കൂടെ വീഡിയോയിൽ കാണിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ കുറച്ചുകൂടെ ലെങ്തി ആക്കി എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ. പ്രീമിയത്തിൻ്റെ പ്രൈസിൽ വീണ്ടും ഹൈക്കിനുള്ള സാധ്യത തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 625 എന്ന് പറയുന്നത് താഴേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ 24 ആയിട്ടുണ്ട്. 23 റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രീമിയം പെട്ടെന്ന് 255 റേഞ്ചിലേക്ക് കയറിപ്പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഒരു ട്രയലിംഗ് SL കീപ്പ് ചെയ്യാനാണെങ്കിൽ അപ്പോൾ ഈ ഒരു 236 റേഞ്ചിലൊക്കെ കീപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ. ഓക്കെ. സ്കൂൾ ലീവ് കാരണം കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്, അതിൻ്റെയാണ് സൗണ്ട് കാരണം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയതാണ്. ഓക്കെ. ഓക്കെ, നമ്മുടെ ടാർഗറ്റിൻ്റെ ഫസ്റ്റ് ഏരിയയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 240 ആയിരുന്നു. 204 to 240 എന്നുള്ള ഒരു ടാർഗറ്റ്. സ്റ്റിൽ മാർക്കറ്റിൻ്റെ വീഴ്ചയ്ക്ക് സാധാരണയായിട്ടുള്ളൊരു മൊമെൻ്റ് കിടക്കുന്നത് കാരണം അതിനെ വീണ്ടും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വളരെ സ്ലോ ആണ് മാർക്കറ്റ്. വളരെ ക്ഷമയോടെ ഇവിടെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. 620 പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിലൊരു മൊമെൻറ്റം അതിഭീകരമായി കിട്ടാണ്ട് വെയിറ്റ് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്ത് പോയാൽ സിംഗിൾ ക്യാൻഡലിൽ പ്രീമിയം ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ തന്നെ ഇങ്ങനെ സൈഡ് വേസ് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വീഴാനുള്ളൊരു സാധ്യതയിലാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. സോ അത് കാരണമാണ് ഇതിനെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ.
ഓക്കെ. യൂഷ്വലി അതിലൊരു തമാശ എന്ന് പറയുന്നത്, യൂഷ്വലി ഒരു സ്കാൽപ്പർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കയറിപ്പോവും. എൻ്റെ കയ്യിൽ ക്വാണ്ടിറ്റി ആയിട്ട് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബുക്ക് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റിൽ ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നുള്ളൊരു കോമഡി ഇവിടെ അവിടെ സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. നിങ്ങളൊരു റിയൽ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റിൽ അത് ടാർഗറ്റിലേക്ക് പെട്ടെന്ന് അടുത്ത നെക്സ്റ്റ് മൂവിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. നമ്മൾ ബുക്ക് ചെയ്യാൻ കാത്തിക്കുകയാണെന്ന് തോന്നുന്നു. ആക്ച്വലി റിയൽ ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ. കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം, അതല്ലാതെ വേറെ വിഷയം ഒന്നുമില്ല. ഓക്കെ, HDFC ബാങ്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ അവിടെ ഒരു ബയ്യർ ഇങ്ങനെ നിന്ന് പൊസിഷൻ മാർക്കറ്റ് വീഴാതിരിക്കാൻ വേണ്ടി HDFC ബാങ്കിനകത്ത് ബയ്യിങ് വരുന്നുണ്ട് എന്നുള്ളത് കാരണമാണ് നമുക്ക് ഇതിനകത്ത് പെട്ടെന്നൊരു ടാർഗറ്റിൽ പോയി എത്താൻ പറ്റാണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാൻ എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഓരോ ബ്രേക്കിലും ഞാനതിൻ്റെ എക്സിറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഓൾറെഡി എൻ്റെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് 3 സ്റ്റെപ്പ്, ബ്രോക്കറേജ് കൂടുതലായിരിക്കും, പക്ഷേ 3 സ്റ്റെപ്പിലായിരിക്കും എൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ എൻ്റെ ഫസ്റ്റ് എക്സിറ്റ്, ഈ ഒരു ഏരിയയിൽ സെക്കൻഡ് എക്സിറ്റ്, ഇതിന് മേളിലേക്ക് പോവുകയാണെങ്കിൽ തേർഡ് എക്സിറ്റാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 623 ആയിട്ടുണ്ട്. ഒരുപാട് സമയമായിട്ട് ഞാനിങ്ങനെ ഈ 623ക്ക് താഴെ ഒരു പ്രൈസ് ക്ലോസിങ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാക്സിമം ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിലയൻസ് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് 620 ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നു. 244, ഓക്കെ, 251, 56. എൻ്റെ ഫസ്റ്റ് പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സെല്ല്. ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ടാർഗറ്റിൽ ഞാൻ കുറച്ച് പ്രോഫിറ്റ് കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ക്വാണ്ടിറ്റി എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. 270ക്ക് മേളിൽ വന്നപ്പോഴാണ് ഞാൻ ഒഴിവാക്കിയത്. 270 റേഞ്ചിലായിരിക്കും അത് എക്സിറ്റായി പോയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, 75, ഫൈൻ, 78, 80ക്ക് മേളിൽ കിട്ടുവാണെങ്കിൽ അതിനെ ഒഴിവാക്കാം. 80ക്ക് വേണമെന്ന് നിർബന്ധമില്ല. 600 എൻ്റെ ടാർഗറ്റാണ്. 24,600 അത് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ ഒരു ലൈൻ എന്ന് നിർബന്ധമൊന്നുമില്ല. ലാഭം എടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ട്രേഡ് കാണിക്കുക. 280 ഇതേ പോകുന്നുണ്ട്. 84 പാർഷ്യൽ 50% ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു വീഴ്ച വരുവാണെങ്കിൽ 80+ ഉള്ള ഒരു നമ്പറാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. 300-നും 280-ക്കും ഇടയിലുള്ള ഒരു പ്രൈസ്. ഓൾറെഡി അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തന്ന് കഴിഞ്ഞു. ഇനി എനിക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി പോകാം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിനകത്ത് ഓൾറെഡി ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഞാൻ ഓൾറെഡി എനിക്ക് ഇന്നത്തെ ദിവസം കിട്ടേണ്ട പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് അതിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നല്ലൊരു വീഴ്ചയ്ക്ക് ഇനിയും സാധ്യതയുണ്ട്. ഞാൻ ഒരു ദിവസം എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനതിനെ പൊസിഷൻ എടുത്ത് വയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, 284, 85 നിങ്ങൾക്കത് കാണിച്ചു തരണം എന്നുള്ളത് കൊണ്ടാണ് ഞാനതിനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഈ എക്സിറ്റ് ചെയ്തതിൻ്റെ പ്രൈസിൻ്റെ ഓർഡർ ഞാൻ പറ്റുവാണെങ്കിൽ ഇട്ടേക്കാം. ഓക്കെ, അത് എടുക്കണമെങ്കിലും ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ 290+ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഞാൻ 290 റേഞ്ചിൽ ഞാൻ ഒഴിവാക്കുകയാണ്. അത് മുകളിലോട്ട് കയറി പൊക്കോളും. ബട്ട്
പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു കടമ കൂടെ അവിടെ ഉണ്ട്. അത് കാരണം ഞാൻ അതിനെ ഒഴിവാക്കുവാണ്. 290, 292, 93. ഓക്കെ, ഞാൻ ഒഴിവാക്കുമ്പോൾ അത് 320, 340 റേഞ്ച് വരെ പോയേക്കാം. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. ഒരു പ്രോഫിറ്റ് സിംഗിൾ ക്യാൻഡിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാനത് എടുത്ത് മാറുക എന്നുള്ളൊരു ബേസിക് കടമയുണ്ട്. അതുകൊണ്ട് ഞാനതിനെ ഒഴിവാക്കിയതാണ്. അതിപ്പോൾ എനിക്ക് 290 റേഞ്ചിലെത്തിയപ്പോൾ എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു. ഐ തിങ്ക് ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് ഹിറ്റ് ചെയ്തതാണ് എൻ്റെ ഒരു മാന്യമായിട്ടുള്ള ലാഭം എടുത്ത് പോയിട്ടുണ്ട്. എനിക്കറിയാം ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു വ്യക്തി ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്ത് കിട്ടുന്നതിൻ്റെ 4 or 5x റിട്ടേൺ ഈ ഒരൊറ്റ സിംഗിൾ ട്രേഡിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. നമ്മൾ അതിന് മേളിലും ഗ്രീഡി ആവണം എന്ന് നിർബന്ധമില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. 204 ഞാൻ പൊസിഷൻ എടുത്തതാണ്. ഞാൻ ഒഴിവാക്കുന്നത് 292 റേഞ്ചിലാണ്. പിന്നീട് പാർഷ്യലി 287 സംതിങ് ഞാനത് നോക്കാറില്ല കൃത്യം, ബിക്കോസ് മാർക്കറ്റ് ഓർഡറിലാണ് ഞാൻ എക്സിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് കയറി പോവാം. പക്ഷെ എടുത്ത ട്രേഡിന് 100 പോയിൻ്റ് അടുപ്പിച്ച് ടാർഗറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻ. സോ എൻ്റെ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ റെക്കോർഡിംഗ് തൽക്കാലം ക്ലോസ് ചെയ്യാണ്. ഇനി ഇത് ഈ 600-ന് താഴെ ക്ലോസിങ് കിട്ടുന്ന അടുത്തൊരു 5 മിനിറ്റ് ക്യാൻഡിൽ ഓർ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് ബിലോ 24,600 എന്നുള്ളതാണ് അടുത്തൊരു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ ഈ പൊസിഷൻ കീപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ വീണ്ടും ലേറ്റായിക്കൊണ്ട് പോകും എന്നുള്ളത് കാരണം അതിനെ തൽക്കാലം കീപ്പ് ചെയ്തില്ല. 290+ വന്നപ്പോഴേക്കും അതിനെ ഒഴിവാക്കി എന്നുള്ളതേ ഉള്ളൂ. കാരണം എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനെ ഒഴിവാക്കി. ഇനി അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് ഓഫ് മൊമെൻ്റ് ആണ്. ഒരു 284+ ഇത് വീണ്ടും ബൈ ചെയ്തിട്ട് 340, 360 എന്നുള്ള ട്രേഡ്. ഇത് ഇത് എല്ലാവരും കാണുക, ഇതാണ് യഥാർത്ഥ ട്രേഡ് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥ ട്രേഡ് തന്നെയാണ്. എന്നാൽ ഒരു സ്കാൽപ്പർ മാർക്കറ്റിനെ ഒരുപാട് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും. അയാൾക്ക് ഓൾറെഡി ആ ഡേറ്റ കാരണം അയാൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരിക്കും നിൽക്കുക. ഈ വീഡിയോ ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഡബിൾ പ്രോഫിറ്റാണ്. പക്ഷേ ഇത് എത്ര സമയമെടുക്കും എന്നുള്ളത് ഈ 600-ന് താഴെയുള്ള സ്ട്രോങ് ക്ലോസിങ്, യഥാർത്ഥ ട്രേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എയിം ചെയ്യുക എന്ന് പറയുന്നത് ഇതിന് താഴെയുള്ള സ്ട്രോങ് ക്ലോസിങ്, ക്യാൻഡിൽ ക്ലോസിങ് ബിലോ ദിസ് സ്ട്രോങ് ഒരു മൊമെൻറ്റം കിട്ടിയാൽ ഇതിൽ എൻട്രി ചെയ്യുക. അപ്പോഴേക്കും അവരുടെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് 284 ആണ്. ആ സമയത്ത് ഞാൻ ഓൾറെഡി അതിനകത്ത് എക്സിറ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ സ്കാൽപ്പിംഗ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ആർ സീയിങ് ഇൻ യൂട്യൂബ്. അവിടെ കാണുന്നത് നമുക്ക് ഡേ ട്രേഡിംഗ് ആണെങ്കിൽ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു സംഭവമാണ്. അവിടെ ബാക്കിയുള്ളവർ ഇപ്പോൾ ഈ ട്രേഡിൽ ഒരാൾ വന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇതെങ്ങോട്ട് പോവും, കിട്ടുമോ, എൻ്റെ മൊമെൻറ്റത്തിലേക്ക് വരുമോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ആ ട്രേഡ് എടുത്ത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമുക്ക് അറിയാം, അയ്യോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ കൺഫ്യൂഷൻ എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മളവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരാൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എൻട്രി എടുത്ത ആൾ ഇപ്പോൾ പ്രൈസ് താഴേക്ക് വരുമ്പോൾ പാനിക്കായിട്ട് അയാൾ സെൽ ഓഫ് ചെയ്യുമ്പോഴേക്കും വീണ്ടും ഇത് താഴേക്ക് തന്നെ ആയിരിക്കും പോവുക. ഇപ്പോൾ ഇത് ആക്ച്വലി തിരിച്ച് താഴെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റീടെസ്റ്റ് ഏരിയയാണ് 250, 260 റേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ റീടെസ്റ്റ് ഏരിയയിൽ വരുമ്പോഴേക്കും ഞാൻ അവർ എൻട്രി എടുത്ത സമയത്ത് SL അവർക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ റീ എൻട്രി വരികയും വീണ്ടും ഈ പ്രീമിയം തിരിച്ച് 360ലേക്ക് കയറി പോകുമ്പോൾ നല്ല ട്രേഡ് കണ്ടിട്ടും അത് SL ആകുന്ന ഒരു ട്രേഡറും അതിനെ 2 ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ ട്രേഡിങ്ങും അവിടെ നടക്കുന്നുണ്ടായിരിക്കും. സോ ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റീ എൻട്രി സിറ്റുവേഷനാണ്. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ ട്രേഡാണ്. സോ ഇതാണ് റിയൽ മാർക്കറ്റിൽ നടക്കുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ഡേറ്റാസ് കയ്യിലുണ്ടാവും. ഗ്രൂപ്പിനുള്ളിൽ ഓൾറെഡി ഞാൻ ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഒരു സ്ഥലത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗ്രൂപ്പിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ട്രേഡ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഗ്രൂപ്പിനകത്ത് നമുക്ക് അവിടെ ട്രേഡ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പേഴ്സണൽ ട്രേഡ് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടത്തില്ല, ഇത് റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഞാനിന്ന് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പിനകത്ത് എനിക്ക് ഇങ്ങനെ ഒരു മൊമെൻ്റം ഉണ്ട് എന്ന് പറയാനുള്ള സിറ്റുവേഷനല്ല. മാർക്കറ്റ് വന്നിട്ട് തിരിച്ചതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇനി സ്ട്രോങ് ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്, ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇനി അടുത്ത് ഇതൊരു താഴേക്ക് പോകുന്ന ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കാം. അതുവരെ ഈ വീഡിയോ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടി വരും.
അങ്ങനെ ഹോൾഡ് ചെയ്യാതിരിക്കാനാണ് സ്കാൽപ്പ് ചെയ്യുന്ന എൻട്രിക്ക് SL ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ മാറിക്കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇനി 620 താഴെയെങ്കിലും അറ്റ്ലീസ്റ്റ് നല്ലൊരു ക്ലോസിങ് വരണമല്ലോ, എങ്കിലേ യഥാർത്ഥ ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഒരാൾ ട്രേഡിന് വേണ്ടി ഒരുക്കങ്ങൾ കൂട്ടുന്ന സമയത്ത് ഒരു സ്കാൽപ്പർ അയാളുടെ ട്രേഡ് തീർത്തിട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾ യൂട്യൂബിലെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. അത് റിയലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ മാർക്കറ്റ് പൾസിൻ്റെ ലിങ്ക് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ വരിക, അവിടെ ഡയറക്റ്റ് എന്നോട് ചാറ്റ് ചെയ്യാം. അവിടെ അത്യാവശ്യം ഒരു 1600 പേരുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് നിങ്ങൾക്ക് നിൽക്കുക എന്നുള്ളതാണ്. എന്ത് ഡൗട്ട് വേണമെങ്കിലും അവിടെ ചോദിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പ്രൈസിലേക്ക് 250 റേഞ്ചിലേക്ക് 240-250 റേഞ്ചിലേക്ക് വന്നൊരു റീടെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി വീണ്ടും ലൈന് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു എൻട്രി ഞാൻ എടുക്കുന്നില്ല. അത് മാത്രമല്ല നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എടുക്കത്തേ ഇല്ല. ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് 248 മേളിൽ തിരിച്ച് വീണ്ടും വരുന്നൊരു ട്രേഡ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന ഒരു ട്രേഡിനെ കുറിച്ച് താഴോട്ട് പൊക്കോട്ടെ, എത്ര വേണമെങ്കിലും താഴോട്ട് പൊക്കോട്ടെ, തിരിച്ച് വരുന്നത് ഈ ഒരു പ്രൈസിന് മേളിൽ ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു എൻട്രിയെക്കുറിച്ച്. അപ്പോഴേക്കും ഇത് അകത്ത് കയറി പോയിട്ട് തിരിച്ച് വീണ്ടും വരുന്നൊരു ഏരിയ ആയിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ പോയിട്ട് വന്നതിന് ശേഷം ഈ ഒരു ട്രേഡ് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ വേണമെങ്കിൽ ബഫർ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു 264 മേളിൽ, എപ്പോഴും സ്ഥിരം ഞാൻ പറയുന്നത് 264 മേളിൽ വരുമ്പോഴേക്കും അങ്ങനെയായിരിക്കും അടുത്തൊരു സെക്കൻഡ് സെറ്റ് ഓഫ് എൻട്രി നമ്മൾ കീപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി 248 പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുക. അതിനുശേഷം ഇത് കയറി പോകുന്നതായിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടിട്ട് പോട്ടെ, നല്ലത് തന്നെയാണ്, സന്തോഷമേ ഉള്ളൂ എനിക്ക് നിങ്ങൾ പഠിക്കുന്നതിൽ. കുറച്ച് നേരം വേണമെങ്കിലും ഞാനിത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അത്രയും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇത് കാണുന്നുണ്ടോ? ഇതിനകത്ത് ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്ത ഒരു വ്യക്തിയുടെ SL എന്തായാലും അടിച്ചിട്ടുണ്ടായിരിക്കും. ഒരു 284 290 റേഞ്ചിലൊക്കെ ഇത് എടുത്ത ഒരു വ്യക്തിക്ക് 240 എത്തിയപ്പോഴേക്കും അയാൾ എന്തായാലും അയാളുടെ SL അടിച്ചു. ഇല്ല, അയാൾ ഇപ്പോഴും പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ SL വെച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇല്ലെങ്കിൽ വൈഡ് SL വെച്ചിരിക്കുന്ന ഒരാൾക്കും വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ വന്നിട്ട് തിരിച്ചിനി കയറി പോകുന്ന ഒരു മൊമെൻറ്റം വരുന്നവരെ ഇനി ഈ ഒരു പ്രൈസിൻ്റെയൊക്കെ മേളിൽ 264 ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 264 മേളിൽ ഇതുവരെ വന്ന് ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊന്നും മാർക്കറ്റിനകത്തുള്ള കാര്യങ്ങളല്ല, ഇത് എക്സ്പീരിയൻസിലൂടെ നമ്മൾ എടുക്കുന്നതാണ്. പ്രൈസ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിലെങ്കിലും വന്നാലേ അതിനകത്ത് മൊമെൻ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. സോ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. എന്നാലും HDFC ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കാരണമാണ് ഇത് ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഓൾറെഡി വന്ന് ഹിറ്റ് ചെയ്ത് കയറിപ്പോകാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വരട്ടെ, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നടക്കട്ടെ. ഓൾറെഡി എനിക്ക് വീഡിയോ ലെങ്തി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് വീഡിയോ ഈസ് ഓൾമോസ്റ്റ് 22 മിനിറ്റ്സ്. ഓക്കെ, മതി, ഇത്രയും കണ്ടു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നിങ്ങളുടെ വീഡിയോയിൽ എടുത്ത് നോക്കുക, എന്തായി സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും സ്റ്റിൽ ഇത് താഴേക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 620 താഴെ ക്ലോസ് ചെയ്യണം, അതിനുശേഷം ബാക്കി പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൈസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം 615 അത് പൊക്കോണ്ടിരിക്കുകയാണ്, 624 ഇത് 264 പൊക്കോണ്ടിരിക്കുകയാണ്. നടക്കട്ടെ, നല്ലൊരു ട്രേഡ് എല്ലാവർക്കും കിട്ടട്ടെ. ഗ്രൂപ്പിനുള്ളിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നുണ്ട്. സോ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഈ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ. ഞാൻ ഇതിൻ്റെ ഓർഡേഴ്സ് ഗ്രൂപ്പിനുള്ളിൽ, മാർക്കറ്റ് പൾസിൻ്റെ ഗ്രൂപ്പിനുള്ളിൽ ഞാൻ എൻ്റെ ഓർഡേഴ്സ് എപ്പോൾ ബൈ ചെയ്ത് എപ്പോൾ എക്സിറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് ഇതിനുള്ളിൽ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റിലോ എവിടെയെങ്കിലും ഞാനത് ടാഗ് ചെയ്ത് വെക്കാം, എൻ്റെ പോസ്റ്റിനുള്ളിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് വെക്കാം. ഈ വീഡിയോയ്ക്ക് താഴെ കാണിക്കാൻ പറ്റും എനിക്ക്. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. എന്തായാലും ഇത് വന്ന സ്ഥിതിക്ക് എനിക്ക് കാണിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ വരുന്ന വ്യക്തിക്ക് ഇതെന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുക. ഇത്രയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ഓക്കെ ഞാനിപ്പോൾ അത് പോസ്റ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു
എഡിറ്റിങ്ങിലാണ്. ഓക്കെ, ഇതാണ് ആ ട്രേഡ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഇപ്പോൾ അതിൻ്റെ ഓർഡേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് വന്നോട്ടെ. ഇതാണ് ഇപ്പോഴത്തെ ഓർഡർ എന്ന് പറയുന്നത്. 1023 ഞാൻ 204 രൂപയ്ക്ക് 1023 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾ ഈ കാണുന്ന പ്രൈസ് തന്നെ ആയിരിക്കണം. ഓക്കെ, 1023 എന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിലാണ് ഞാനിതിനെ ബൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസിന് മേളിൽ കയറിയാൽ, ഈ ക്യാൻഡിലിൻ്റെ മേളിൽ കയറിയാൽ എൻട്രി എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. പോയി ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നോക്കി, തിരിച്ച് വന്ന് സപ്പോർട്ട് എടുത്ത് ഈ സപ്പോർട്ടിനെ എൻ്റെ SL ആയിട്ട് കീപ്പ് ചെയ്യും. ഈ പ്രൈസിൻ്റെ ഇതിൻ്റെ ബോഡിക്ക് മേളിൽ ക്ലോസിങ്ങിൽ എൻട്രി എടുക്കുക എന്നുള്ളതായിരുന്നു അവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ തൊട്ട് മേളിൽ കുറച്ച് ഈ ക്യാൻഡിൽ ഒന്ന് കയറി വന്നപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് ഓർഡർ ട്രിഗർ ചെയ്തു. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരുപാട് ഡേറ്റ ഉണ്ട്, നമ്മളിത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. സോ ആ ഒരു ഡേറ്റയിൽ ഞാൻ എൻട്രി എടുത്തു. അതിൻ്റെ അടുത്ത ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഗ്രൂപ്പിനകത്ത് പറയേണ്ട ഉദ്ദേശിച്ചതെന്ന് 220 റേഞ്ചിൽ അതിൻ്റെ ടാർഗറ്റ് 272 എന്നുള്ളത് അപ് ടു 300 ഓർ 340 റേഞ്ചിൽ. 340 എന്ന് പറയുന്നത് ഈ റീടെസ്റ്റ് ചെയ്ത് കയറി പോകുന്നതാണ്, ഡയറക്റ്റ് ട്രേഡ് അല്ല. അതൊരു 300 തന്നെയാണ് അതിൻ്റെ ടാർഗറ്റ്. ഓൾമോസ്റ്റ് ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് 203 മേടിച്ചു. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ 260 പ്ലസ് എന്നപ്പോഴേക്കും അതിന് മാർക്കറ്റ് ഓർഡറിലാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. അടുത്ത് വീണ്ടും അതൊരു 272 റേഞ്ചിൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ പൊസിഷൻ ഒഴിവാക്കി. 290 റേഞ്ചിൽ വന്നപ്പോൾ ഞാൻ അത് വീണ്ടും ഒഴിവാക്കിയതാണ്. പക്ഷേ ക്ലിക്ക് ചെയ്തതിൻ്റെ ഡിലേ എന്തെങ്കിലും ആയിരിക്കണം. 283 അത് എക്സിറ്റ് ആയി ഇരിക്കുന്നത്. കുഴപ്പമില്ല, അതിലൊരു വിഷയമല്ല. ഇത് ട്രേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. സ്കാൽപ്പറിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് കറക്റ്റ് എൻട്രിയോ കറക്റ്റ് എക്സിറ്റോ ആയിരിക്കണം എന്നില്ല. നമ്മൾ പറയുന്ന നമ്പർ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ബിക്കോസ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനകത്താണ് ആ ട്രേഡ് ട്രിഗർ ചെയ്ത് പോവുക. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മനസ്സിലാക്കി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ കട്ട് ചെയ്യാം. ഈ കാണിക്കുന്ന ഈ ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ട്രേഡ് അല്ല. ഇത് വളരെ എക്സ്പീരിയൻസ് ഉള്ള, വളരെ സേഫായിട്ട് കറക്റ്റ് SLും കറക്റ്റ് ടാർഗറ്റും ഒരു ക്യാപിറ്റലിൻ്റെ മേളിൽ ഫ്രീ മണി ആയിട്ട് വളരെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ട്രേഡാണ് ഇത്. നാളെ പോയി ഒരാൾക്കും ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് കാൽക്കുലേഷൻസും ചെയ്ത് അത് വിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ട്രേഡ് ഒരാൾക്ക് പ്രോഫിറ്റ് കൊടുക്കുക. സോ ഇത് സ്വന്തമായിട്ട് എത്തണമെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 2 to 3 ഇയേഴ്സ് മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് മാത്രം ഇവിടെ പറയട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നോ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലോ എന്നെ പേഴ്സണലി ടെലിഗ്രാമിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാമെന്നുള്ളതാണ്. ലിങ്ക്ഡിനകത്ത് ഞാൻ അവൈലബിൾ ആയിരിക്കും. ലിങ്ക്ഡിൻ്റെയും ലിങ്ക് താഴെ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. സോ ഇതൊരു ഫുൾ സെഷനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ഹാഫ് ആൻ അവർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹാഫ് ആൻ അവർ നിങ്ങളൊരു റിയൽ ട്രേഡിംഗ് എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എന്ന് എനിക്ക് ഡാം ഷുവറായിട്ട് അറിയാം. സോ എൻജോയ്, ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.